സാനിയ മുനമി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എനിക്ക് തോന്നുന്നു ഒരു 2 വീലറിലാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരിക്കുന്നത് എന്നാണ്. അവസാനവട്ട ഓട്ടത്തിലാണ്. അതിനിടയിൽ പത്രപ്രചരണത്തിന്റെ പരസ്യം, അതിൽ പത്രപരസ്യം വലിയ രീതിയിൽ വിവാദമാവുന്നു. എന്താണ് നിശബ്ദ പ്രചരണത്തിന്റെ LDF ക്യാമ്പിലെ തന്ത്രങ്ങൾ, സാനിയ മുനമി? ഡോക്ടർ അരുൺകുമാർ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. അതായത് ഞാനിപ്പോൾ ഉള്ളത് സരിനൊപ്പം തന്നെയാണ്. അതായത് അദ്ദേഹം വീടുകളിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ നേരത്തെ തന്നെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ പത്രപരസ്യത്തിലടക്കം കൃത്യമായ നിലപാട് ആ വാക്കുകളിൽ സരിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല വ്യാജ വോട്ട് കാര്യത്തിലും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നും LDF സ്ഥാനാർത്ഥി പതിവ് പോലെ തന്നെ ഈ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണം തന്നെയാണ് നടത്തുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായാണ് മനസ്സിലാക്കുന്നത്. LDF കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു തരത്തിലും വ്യാജ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ അവസാന നിമിഷം നമ്മൾ സംസാരിക്കുമ്പോഴും പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ വ്യാജ വോട്ടുകളുള്ള വോട്ടർമാരുടെ പേരുകൾ ബൂത്തിൽ പതിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാജ വോട്ട് ചെയ്താൽ തടയുമെന്ന് കലക്ടർ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടേണ്ടതാണ്. കലക്ടർ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ LDF ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക അസാധ്യമാണ്. കാരണം നേരത്തെയുള്ള പ്രതികരണം തന്നെ കൊടുക്കാമെന്ന് കരുതുന്നു. ഏതായാലും ഈ പത്രപരസ്യം വന്നത് താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളത്